ഇന്ന് വലിയൊരു സന്തോഷത്തിൻ്റെ ദിവസമാണ് കേട്ടോ. അമ്മയുടെ 60ാം പിറന്നാളാണ് കേട്ടോ ഇന്ന്. ഞങ്ങളതൊരു വലിയ ആഘോഷമാക്കി തീർക്കാൻ തീരുമാനിച്ചിട്ടാ. എല്ലാവരും കൂടി ഒത്തുകൂടിയിട്ട് കുറച്ച് നാളായിട്ടാ. അതിൻ്റെ സന്തോഷമുണ്ട് കേട്ടോ ഞങ്ങൾക്ക് എല്ലാവർക്കും, പ്രത്യേകിച്ച് അമ്മക്ക്. അമ്മയ്ക്ക് 6 പേരക്കുട്ടികളുണ്ട് കേട്ടോ. അതിൽ 4 പേരാണ് കേട്ടോ ഈ നിൽക്കണത്. ബാക്കിയുള്ള 2 പേര് വലിയ കുട്ടികളായെന്ന് പറഞ്ഞ് മാറി നിൽക്കുകയാണ് കേട്ടോ. ഈ 6 പേര് എത്ര വലുതായാലും അമ്മയ്ക്ക് എന്നും അവർ കുഞ്ഞുങ്ങൾ തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ കേട്ടോ അവരെ എപ്പോഴും അമ്മ നോക്കുന്നത്. ഒരു ഇച്ചിരി ഇച്ചിരി ഫസ്റ്റ് മരിമോക്ക് തന്നില്ലേ ഞാൻ കണ്ണീർ മഴയത്ത്. പിന്നതേ ഞങ്ങള് അമ്മയ്ക്ക് പിറന്നാൾ സമ്മാനമൊക്കെ കൊടുത്തിട്ടാ. അടുപ്പിക്കില്ലടാ കേട്ടോ. ഞങ്ങളിതൊരു സർപ്രൈസ് ആയിട്ടാണ് കേട്ടോ ചെയ്തത്. പക്ഷേ ഞങ്ങളെല്ലാവരും കൂടി ഒത്തുകൂടിയപ്പോൾ അമ്മയ്ക്ക് എന്തോ ഒരു ക്ലൂ ഒക്കെ കിട്ടി തുടങ്ങി. പിന്നെ കേക്കൊക്കെ മുറിച്ച് കഴിഞ്ഞപ്പോൾ അമ്മക്ക് ഒരുപാട് സന്തോഷമായി. കാരണം അമ്മയുടെ ജീവിതത്തിൽ അമ്മ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു പിറന്നാൾ ദിവസം അമ്മ ആഘോഷിക്കുന്നതെന്നാണ് കേട്ടോ അമ്മ ഞങ്ങളോട് പറഞ്ഞത്. ഒരിക്കലെങ്കിലും കൂട്ടുകാരെ നിങ്ങളും നിങ്ങളുടെ അച്ഛനോടും അമ്മയോടും ഒക്കെ ഇതുപോലെ അവർക്ക് ഇതുപോലെയൊക്കെ ഒരു അവസരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. അവരുടെ ഉള്ളിലുണ്ടാവും ഇതുപോലെയൊക്കെ ആഗ്രഹങ്ങൾ. അമ്മ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് പേരക്കുട്ടികൾക്കും പിന്നെ ഞങ്ങൾ മക്കൾക്കും മരുമക്കൾക്കും എല്ലാം അമ്മ വാരി തന്നതിന് ശേഷമാണ് കേട്ടോ ഭക്ഷണം കഴിച്ചത്. ഡൈനിങ് ടേബിളിൽ എല്ലാവർക്കും കൂടി ഒരുമിച്ചിരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ ഞങ്ങൾ താഴെ ഇരുന്നത്. അതുകൊണ്ട് അമ്മക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടാ. അതിങ്ങനെ നിരങ്ങി കൊടുക്കണം കണ്ടിട്ട് ഞങ്ങൾക്കൊരു സങ്കടം തോന്നി. പക്ഷെ അമ്മക്കതൊരു പ്രശ്നമേ അല്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അമ്മ അന്നൊരു എന്താ പറയുക വേറൊരു ലോകത്തായിരുന്നു. അത്രയും സന്തോഷമായിരുന്നു അമ്മയ്ക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല, അങ്ങനത്തെ ഒരു സന്തോഷമായിരുന്നു. നമുക്കൊക്കെ എത്ര ജോലി തിരക്കാണെങ്കിലും ഒരു മാസത്തിൽ ഒരിക്കൽ പറ്റിയില്ലെങ്കിലും ഒരു 3-4 മാസങ്ങൾ കൂടുമ്പോഴെങ്കിലും നമ്മുടെ ഫാമിലി ആയിട്ട് ഒരുമിച്ച് എവിടെയെങ്കിലുമൊക്കെ സ്പെൻഡ് ചെയ്യണം. നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും ഓരോരോ പ്രശ്നങ്ങളും ഓരോ ടെൻഷനുകളും എല്ലാം. പക്ഷേ അതെല്ലാം മാറ്റി വെച്ച് ഒരു ദിവസം നമ്മൾ നമ്മുടെ ഫാമിലി ആയിട്ട് സന്തോഷത്തോടുകൂടി അടിച്ചു പൊളിക്കണം. കാരണം കഴിഞ്ഞു പോയതല്ല ജീവിതം, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ ജീവിതം. മുന്നോട്ട് ഇനി എന്താണ് വരുന്നതെന്നും നമുക്കറിയില്ല. നമ്മുടെ കൂടെയുള്ളവരെ നമ്മൾ സ്നേഹിക്കുക, അവരെ വേദനിപ്പിക്കാതിരിക്കുക.
മാഞ്ഞാലി ബിരിയാണിയാണ് കേട്ടോ ഞങ്ങൾ ഉച്ചക്കലത്തേക്ക് ഓർഡർ ചെയ്തത്. പിന്നെ കേക്ക് വാങ്ങിച്ചത് ചേച്ചിയുടെ ഒരു ഫ്രണ്ട് ഹോം മെയ്ഡായിട്ട് ചെയ്യണ കേക്കാണ് കേട്ടോ ഞങ്ങൾ വാങ്ങിയത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി അടുത്ത വീഡിയോയുമായി കാണാം. ടാറ്റാ.